ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വസ്തതയുടെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഇന്നേ ദിനം തിരുസഭ നമ്മെ ഓർപ്പെടുത്തുന്നത് വിശ്വസ്തത നിറഞ്ഞ കാര്യസ്ഥൻ്റെ ഉപമയിലൂടെ ക്രിസ്തു നൽകുന്ന സന്ദേശമാണ്. അവൻ അവിശ്വസ്തത കാണിച്ചതുകൊണ്ടാണ് യജമാനൻ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ മറ്റുള്ളവരുടെ ഭവനത്തിൽ എല്ലാവരും അവനെ സ്വീകരിക്കേണ്ടതിന് അവൻ അവിശ്വസ്തതയുടെ മാർഗത്തിലൂടെ സ്നേഹിതരെ സമ്പാദിക്കുവാൻ പരിശ്രമിക്കുന്നു. നാം ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ എത്രമാത്രം ഈ ലോകത്തിൻ്റെ നന്മയിൽ, ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ, സമ്പത്തിൽ വിശ്വസ്തരായിരിക്കുന്നുവോ അപ്രകാരമാണ് സ്വർഗത്തിൽ നമുക്ക് വിശ്വസ്തതയുടെ പ്രതിഫലമുണ്ടാവുക. നശ്വരമായ ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ നിത്യമായ കൃപാവരങ്ങൾക്ക് നമ്മൾ അനർഹരായി പോകും. നാം അല്പസന്തോഷത്തിനും സുഖത്തിനും വിജയത്തിനും ധനത്തിനും വേണ്ടി ഈ ലോകത്ത് നമ്മൾ അവിശ്വസ്തരാകുമ്പോൾ നഷ്ടപ്പെടുന്നത് വിശ്വസ്തതയുടെ കിരീടമാണ്. നാം കൂടുതൽ ശ്രദ്ധയോടെ ദൈവതിരുസന്നിധിയിൽ വ്യാപരിക്കുവാൻ കടപ്പെട്ടവരാണ്. ഒപ്പം ഓർക്കുക, നമ്മൾ ആരും യജമാനന്മാരല്ല, കാര്യസ്ഥരാണ്. യജമാനനാകുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഏത് നിമിഷവും കണക്ക് ബോധിപ്പിക്കുവാൻ കടമയുള്ളവരാണ് നാം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഈ പുണ്യഭൂമിയിൽ ജീവിക്കുന്നവരായ നമുക്ക് യജമാനാകുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുവാൻ യോഗ്യത ലഭിക്കത്തക്ക വിധം ഈ ലോകത്തിൻ്റെ സമ്പത്തിൽ, സൗഭാഗ്യങ്ങളിൽ വിവേകത്തോടുകൂടി വ്യാപരിക്കുവാനും അങ്ങനെ വിശ്വസ്തതയ്ക്ക് വേണ്ടിയുള്ള സ്വർഗമൊരുക്കിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് അർഹരായി തീരുവാനും വേണ്ട ആത്മീയ കൃപാവരത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.